ഹായ്, ഈ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നത് CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, അതേപോലെ തന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. ഇവർ രണ്ടും കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻസ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇവരെ കുറിച്ച് എപ്പോഴും നമ്മുടെ പേപ്പറിൽ ചോദിക്കാറുണ്ട്. സോ ഇവരെ കുറിച്ചാണ് ഞാൻ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ CAG. Okay. CAG of India is an authority established under Article 148 of Indian Constitution. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 148 പ്രകാരമാണ് ഇന്ത്യക്ക് ഒരു CAG വേണം എന്ന് പറയുന്നത്. CAG of India is an authority established by Article 148 of Indian Constitution. Okay. അടുത്തത്, he audits all receipts and expenditure of the government of India and state government, including those of bodies and authorities substantially financed by the government. അതായത് എല്ലാ എക്സ്പെൻഡിച്ചറിന്റെയും എല്ലാ റെസീപ്റ്റ്സിന്റെ കാര്യങ്ങളെല്ലാം ഫൈനലി ഓഡിറ്റ് ചെയ്യുന്ന ആരായിരിക്കും? ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ഫൈനലി ആയിട്ട് എല്ലാ റെസീപ്റ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഓഡിറ്റ് ചെയ്യുന്ന CAG ആയിരിക്കും. He audits all receipts and expenditure of the government of India and state government, including those of bodies and authorities which are substantially formed by the government. Okay. അടുത്തൊരു പോയിന്റ്, CAG is the head of Indian Audit and Accounts Department. CAG is the head of Indian Audit and Accounts Department എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഫസ്റ്റ് CAG, ആദ്യത്തെ CAG നമ്മൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യനെ വിളിക്കുന്നത് CAG എന്നാണ്. ഫസ്റ്റ് CAG ഓഫ് ദ കൺട്രി V. Narahari Rao ആണ്. ഫസ്റ്റ് CAG ഓഫ് ദി കൺട്രി is known as V. Narahari Rao. ആദ്യത്തെ CAG V. Narahari Rao ആണ്. ഇപ്പോഴത്തെ CAG 13th ആണ്, 13ാമത്തെ CAG ആണ്. ഇറ്റ് ഈസ് രാജീവ് മെഹർഷി. രാജീവ് മെഹർഷി is the 13th CAG of India. അടുത്ത ക്വസ്റ്റ്യൻ, CAG is mentioned under the article 148 to 151. ഇന്ത്യൻ ആർട്ടിക്കിളിലെ 148 തൊട്ട് 151 വരെയുള്ള ആർട്ടിക്കിൾസ് പ്രകാരമാണ് CAG നെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. അണ്ടർ CAG is mentioned in the Constitution of India under Article 148 to 151. ഇനി Controller and Auditor General of India is appointed by the President of India following a recommendation by the Prime Minister. Prime Minister recommend ചെയ്ത് President appoint ചെയ്യുന്ന ഒരു പൊസിഷൻ ആണ് ആര്? CAG. CAG is appointed by the President on the recommendation of Prime Minister. ഇനി on the appointment, he or she has to take the oath or affirmation before the President of India. പ്രസിഡന്റിന്റെ മുമ്പിലാണ് ഓത്ത് ചെല്ലേണ്ടത്. അവർ പ്രസിഡന്റ് ആണ്, അവർക്ക് ഓത്ത് ചൊല്ലി കൊടുക്കുന്നത്. On the appointment, he or she has to make an oath or affirmation before the President of India. ഇനി അടുത്തത്, സാലറി ഓഫ് CAG. CAGയുടെ സാലറി 2,50,000 per month ആണ്. ഒരു മാസം 2,50,000 രൂപയാണ് CAGയുടെ സാലറി. ഇനി CAG can be removed only on an address from both houses of parliament on the ground of proven misbehavior or incapacity. പ്രസിഡന്റ് നമ്മൾ പറഞ്ഞു ഇംപീച്ച്മെന്റ് നോഷൻ ഉണ്ട്. ഇംപീച്ച്മെന്റ് നോഷൻ CAGക്കും ആപ്ലിക്കബിൾ ആണ്. രണ്ട് ഹൗസസും അവർ സ്പെഷ്യൽ മെജോറിറ്റിയിൽ അംഗീകരിക്കണം. പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ 2/3 മെജോറിറ്റി തന്നെ അംഗീകരിക്കണം. CAG can be removed only on an address from both houses of parliament on the ground of proven misbehavior or incapacity. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റുണ്ട്. ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാമിന് ഭാരത് രത്ന ലഭിച്ചത് 1947 1997 ആണ്. 1997 ഭാരത് രത്ന ലഭിച്ചത്. സോറി ഫോർ ദാറ്റ്. എന്തായാലും അത് ഓർത്ത് വെച്ചേക്കുക. 1997 ഭാരത് രത്ന ലഭിച്ചത്. ഇനി ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ്, ഇന്ത്യൻ പേഴ്സിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ എല്ലാവരുടെയും പേഴ്സിന്റെ കാവൽക്കാരൻ എന്ന് വിളിക്കുന്നത് CAG നെയാണ്. ബിക്കോസ് ഹി ഓഡിറ്റ്സ് ഓൾ റെസിപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ്. എന്തൊക്കെയാണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്നുള്ള കാര്യത്തിലൊക്കെ ഫൈനലായിട്ട് എല്ലാം നോക്കുന്നതാണ് CAG ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിളിക്കുന്ന പേര് ഗാർഡിയൻ ഓഫ് പബ്ലിക് പേഴ്സ് എന്നാണ്. ഇനി CAG vacates his office on attaining the age of 65 or 6 years ഓഫ് ടേം. അതായത് 6 വർഷം കംപ്ലീറ്റ് ആവുകയോ അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാവുകയോ ചെയ്താൽ മാത്രമായിരിക്കും CAG ഓഫീസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. CAG vacates the office on attaining the age of 65 or 6 years term, whichever is earlier, or by impeachment process. 3 തരത്തിൽ മാത്രമാണ് CAG റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നില്ലെങ്കിൽ അയാൾക്ക് അദ്ദേഹത്തിന് 65 വയസ്സായിരിക്കണം, രണ്ടാമത് 6 വർഷം കംപ്ലീറ്റ് ആയിരിക്കണം, മൂന്നാമത്തെ ഇംപീച്ച്മെന്റ് പ്രോസസ്. ദീസ് 3 ways only can be removed by CAG. CAG റിമൂവ് ചെയ്യാനുള്ള 3 വഴികൾ ഇത് മാത്രമുള്ളൂ. ഇനി the Constitution of India under Article 148 provides for the establishment of
ഓഫീസ് ഓഫ് CAG. CAG എന്ന് പറയുന്ന ആ ഒരു ഓഫീസ് ഇന്ത്യക്ക് വേണം അല്ലെങ്കിൽ ഇന്ത്യൻ പൊസിഷൻ ആണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ 148 ആണ്. CAG കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫ് ഇന്ത്യ അണ്ടർ ആർട്ടിക്കിൾ 148 പ്രൊവൈഡ്സ് ഫോർ ആൻ ഇൻഡിപെൻഡന്റ് ഓഫീസ് ഓഫ് CAG. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഗൈഡ്, ഫ്രണ്ട് ആൻഡ് ഫിലോസഫർ ഓഫ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഓഫ് ദ പാർലമെന്റ് ഈസ് CAG. അതായത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം കമ്മിറ്റി എന്നൊക്കെ നമ്മൾ പറയുന്ന പാർലമെന്റ് കമ്മിറ്റിയുടെ ഫ്രണ്ട്, ഫിലോസഫർ അല്ലെങ്കിൽ ഗൈഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ് CAG. CAG is known as the guide, friend and philosopher of public accounts committee of the parliament. അതിനാണ് CAG. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻസ് പറയുക, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് പറയുകയാണെങ്കിൽ അണ്ടർ ആർട്ടിക്കിൾ 148 ബോൾഡ്ലി ഡീൽസ് വിത്ത് ദ CAG അപ്പോയിന്റ്മെന്റ് ആൻഡ് ഓത്ത് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ്. അടുത്തത് ആർട്ടിക്കിൾ 149 ഡീൽസ് വിത്ത് ദ ഡ്യൂട്ടീസ് ആൻഡ് പവർ ഓഫ് CAG. എന്തൊക്കെയാണ് CAGയുടെ ഡ്യൂട്ടീസും പവേഴ്സും എന്ന് പറയുന്ന ആർട്ടിക്കിൾ 149 ആണ്. ഇനി ആർട്ടിക്കിൾ 150 എന്താ നോക്കാം. says that the accounts of the union and of the state shall be kept in such a form as president may on the advice of CAG as prescribed. CAGയോട് പറഞ്ഞിട്ട് പോലെ തന്നെയുള്ള അഡ്വൈസ്, അതായത് says that the accounts of the യൂണിയന്റെ അക്കൗണ്ട്സ് ഓഫ് ദ സ്റ്റേറ്റ് shall be kept in such a പ്രസിഡന്റ് ആസ്ക് ചെയ്യുന്ന പോലെ തന്നെ ആ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 150 പ്രകാരമാണ്. ഇനി ആർട്ടിക്കിൾ 151 says that the reports of CAG relating to the accounts of the union shall be submitted to president who shall cause them to lay before each house of parliament. പാർലമെന്റിന്റെ രണ്ട് ഹൗസസിലും കൊണ്ടുവരി ചെല്ലുന്നത് CAG ആയിരിക്കും. says that the reports of CAG relating to the accounts of the union shall be submitted to the president who shall cause them to be laid before each houses of parliament. Okay, അപ്പൊ CAG കഴിഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്കാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഇനി ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് എൻ ഓട്ടോണമസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. എന്താണ് പറയുന്നത്, നമ്മുടെ ഭരണഘടനയെ പറഞ്ഞിട്ടുള്ള ഒരു പൊസിഷനാണ് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. സോ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഓഫീസ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. കാരണം നമ്മുടെ ഭരണഘടനയെ പറഞ്ഞിട്ടുണ്ട് ആസ് പെർ 324 there shall be an election commission for India എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇനി the election commission was established according to the constitution by 25th January 1950. 25 ജനുവരി 1950 ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ ആ ഒരു കമ്മീഷൻ നിലവിൽ വന്ന്. അതുകൊണ്ട് തന്നെ 25th ജനുവരി നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. 25th ജനുവരി നാഷണൽ വോട്ടേഴ്സ് ഡേ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇനി ചീഫ് ഇലക്ഷൻ കമ്മീഷൻ, the election commission consists of chief election commissioner and 2 election commissioners. ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും ആണ് ഈ ഇലക്ഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഇനി ദി പ്രസിഡന്റ് അപ്പോയിന്റ്സ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് ഇലക്ഷൻ കമ്മീഷണർ. പ്രസിഡന്റ് ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ, ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആയിരിക്കും. ഇനി ദേ ഹാവ് എ ടെന്യൂർ ഓഫ് 6 years or attain the age of 65. അവർക്ക് 65 വയസ്സ് വരെ ഇരിക്കാം, അല്ലെങ്കിൽ 6 വർഷം കംപ്ലീറ്റ് ആണ്. ഏതായിരിക്കും എയർലിയർ എന്ന് ചോദിച്ചാൽ അതനുസരിച്ച് അവർ പുറത്തു പോകും. Or either attain the age of 65 or attain the 6th period of 6 ages, അല്ലെങ്കിൽ 6 years. Any the chief election commission can be removed from the office only through impeachment by parliament. പാർലമെന്റിൽ ഇപ്പൊ നമ്മൾ CAG പറഞ്ഞ പോലെ തന്നെ ഇംപീച്ച്മെന്റ് പ്രൊസീജിയർ ഇനിഷ്യേറ്റ് ചെയ്യുന്ന വഴി മാത്രമാണ് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറിനെ പാർലമെന്റിന് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ക്യാൻ ബി റിമൂവ് ഫ്രം ഓഫീസ് ഓൺലി ത്രൂ ഇംപീച്ച്മെന്റ് ഓഫ് ദി പാർലമെന്റ്. ഇനി the election commission operates under the authority by article 354. ഞാൻ ആദ്യം പറഞ്ഞു 324 ആണ്. ഞാൻ ആദ്യം പറഞ്ഞു ആസ് പെർ ആർട്ടിക്കിൾ 324 there shall be an election commission for India എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട്. ഇനി ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ നിർവചൻ സദൻ, അശോക റോഡ്, ന്യൂഡൽഹി. അതാണ് അതിന്റെ അഡ്രസ്. ഹെഡ്ക്വാർട്ടേഴ്സിന് പറയുന്ന പേര് നിർവചൻ സദൻ ആണ്. നിർവചൻ സദൻ, അശോക റോഡ്, ന്യൂഡൽഹി. ഇനി the chief election commission of India can be removed from their office similar to the removal of a judge of Supreme Court. സുപ്രീം കോടതിയിലെ ജഡ്ജസിന്റെ അതേപോലെ തന്നെയാണ് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. which requires a resolution passed by the Parliament of India as 2/3 majority in both Lok Sabha and Rajya Sabha on the ground of proven misbehavior or incapacity. നമ്മൾ ആദ്യം പറഞ്ഞു ഇംപീച്ച്മെന്റ് പ്രോസസ് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 2/3 മജോറിറ്റി രണ്ട് ഹൗസിലും അംഗീകരിക്കണം. ഏത് വഴി മാത്രം പ്രൂവൺ മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി, ഈ രണ്ട് ഇൻകപ്പാസിറ്റി മൂലം അല്ലെങ്കിൽ പ്രൂവൺ മിസ്ബിഹേവിയർ ഉണ്ടെങ്കിൽ മാത്രമാണ് അവരെ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, The election commission has the right to allow symbols to political parties. ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസിലും അവരുടെ സിംബൽസ് അലോക്കേറ്റ് ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും.
ഇനി ഇറ്റ് ഗീവ്സ് റെക്കഗ്നേഷൻ ടു നാഷണൽ പാർട്ടീസ്, സ്റ്റേറ്റ് പാർട്ടീസ് ആൻഡ് റീജിയണൽ പാർട്ടീസ്. റീജിയണൽ പാർട്ടീസ് ഇപ്പോൾ ഒരു ലോക്കൽ പാർട്ടി ആണെങ്കിൽ പോലും അവർക്ക് റെക്കഗ്നേഷൻ കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും. ഇറ്റ് ഗീവ്സ് റെക്കഗ്നേഷൻ ടു നാഷണൽ പാർട്ടീസ്, സ്റ്റേറ്റ് പാർട്ടീസ് ആൻഡ് റീജിയണൽ പാർട്ടീസ്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഫുൾ ഫോം ഓഫ് EVM. EVM എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആണ്. എപ്പോഴും ചോദിക്കാറുള്ളതാണ് ഫുൾ ഫോം ഓഫ് EVM, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. ഇനി EVM എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിസം ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് 1982 കേരള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷന് വേണ്ടിയാണ്. 1982 ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 1982 1982 കേരള സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഇലക്ഷനാണ് ആദ്യമായിട്ട് EVM, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന ഒരു സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയത്. ആദ്യമായിട്ട് കേരള സ്റ്റേറ്റ് ഇലക്ഷന് വേണ്ടിയാണ്, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷന് വേണ്ടിയാണ് 1982. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഫുൾ ഫോം ഓഫ് VVPAT. ഫുൾ ഫോം ഓഫ് VVPAT, വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ. വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ, അതാണ് VVPAT. അടുത്ത ക്വസ്റ്റ്യൻ ഫുൾ ഫോം ഓഫ് നോട്ട. എന്താണ് നോട്ടയുടെ ഫുൾ ഫോം? നോട്ട് ഓഫ് ദി അബോവ് അല്ലെങ്കിൽ നൺ ഓഫ് ദി അബോവ് എന്നൊക്കെ പറയുന്ന ഒരു ഇതാണ് നോട്ട് ഓഫ് ദി അബോവ്, അതാണ് നോട്ട. ഇനി പോസ്റ്റൽ വോട്ടിംഗ് ഇൻ ഇന്ത്യ ഈസ് ഡൺ ത്രൂ ഡാഷ്. ഏത് വഴിയാണ് പോസ്റ്റൽ വോട്ടിംഗ് ഇൻ ഇന്ത്യ ഏർപ്പെടുത്തിയത്? ഇറ്റ് ഈസ് ബൈ ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് പേപ്പേഴ്സ്, ETPB എന്ന് പറയും. ETPB അതായത് ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് പേപ്പേഴ്സ്, ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് പേപ്പേഴ്സ് ETPB വഴിയാണ് നമ്മൾ പോസ്റ്റൽ വോട്ടേജസ് ഇന്ത്യയിൽ ചെയ്യുന്നത്. ഇനി ഫസ്റ്റ് വോട്ടർ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ ഇൻഡിപെൻഡന്റ് ആയ വോട്ടർ ശ്യാം ശരൺ നെഗിയാണ്. ശ്യാം ശരൺ നെഗി, അതായത് ആദ്യത്തെ 1951 ജനറൽ ഇലക്ഷന് അദ്ദേഹം വോട്ട് ചെയ്തു. അതുപോലെ ആദ്യത്തെ വോട്ടറാണ് അദ്ദേഹം, അത് ഓർത്തു വയ്ക്കുക, ശ്യാം ശരൺ നെഗി. ഇനി ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണെന്ന് ചോദിക്കാറുണ്ട്. സുകുമാർ സെൻ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ഫസ്റ്റ് വുമൺ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ VS രമാദേവി. ഫസ്റ്റ് വുമൺ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ VS രമാദേവിയാണ്. ഇനി അടുത്തത് ഫസ്റ്റ് മലയാളി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ TN ശേഷൻ. ഫസ്റ്റ് മലയാളി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ TN ശേഷനാണ്. ഇനി അടുത്തത് 23rd ആൻഡ് കറന്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സുനിൽ അറോറ. സുനിൽ അറോറയാണ് ഇപ്പോഴത്തെ 23ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഇനി സാലറി ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ 2,50,000. ഇനി അടുത്തത് 61st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്, അതായത് 61ാമത്തെ ഭരണഘടനാ ഭേദഗതി 1988 പ്രകാരമാണ് ഇന്ത്യയിൽ ആദ്യം വോട്ടിംഗ് ഏജ് എന്ന് പറയുന്നത് 21 വയസ്സാവണമെന്ന്. ഇപ്പോൾ അത് 18 ഇയേഴ്സ് ആക്കിയത് 61ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. ഓക്കെ.